എന്നിട്ട് മണ്ണില്ല നമുക്ക് ഇവിടെ ഒരു ചുറ്റോട്ട് പോകണം. അടുക്കള തുറന്നു കിടക്കുമായിരിക്കുമോ? പൈസ ഉണ്ടോ? എനിക്ക് വയ്യ. പക്ഷെ അവര് ഇങ്ങനെ അതും വെട്ടുന്നതിന് മുന്നുള്ള ഫോട്ടോ അവര് വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതാക്കി. ഞാൻ അവിടുന്ന് വെട്ടത്തില്ലേ പെട്ടെന്ന് വിളിക്കാണ്ട് മുടി എവിടെ ഇനി ഇതെല്ലാം പറക്കി ജോലിയല്ലേ, പിന്നെ എന്റെ ഇടയ്ക്ക് നീ ചക്ക വരാൻ എനിക്കത് മതി. എനിക്ക് ഇന്നത്തേക്ക് മതി. എനിക്ക് ചൂടോടെ കഴിക്കാൻ നല്ല രീതിക്കും. അതെ, വെളിച്ചെണ്ണ കൂടെ അങ്ങോട്ട് ഒഴിക്കാൻ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് വെച്ചേക്കും. വെച്ച് വെച്ചിട്ട് എത്ര പേരെ പങ്ക്. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉടച്ചു കഴിക്കുന്നതിനൊക്കെ കൊണ്ടാ ചേച്ചി. ഇത്തിരി തന്നെയാണ് പാത്രം അവിടെ ഉണ്ട്. മതി ചേച്ചി, മതി. അത് ചേച്ചിക്ക് വെച്ചത് മതി. ചോറ് അങ്ങോട്ട് വരാൻ ഞാൻ ചോറ് പമ്പ് എടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോ വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. അവന്റെ പമ്പ് ഞാൻ കൊണ്ട് തരുത്തില്ല. അവിടെ കൊണ്ട് വരാറുണ്ട്. അമ്മയ്ക്ക് വേണ്ടേ? അമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കള കിടന്ന് കഷ്ടപ്പെടുവോ. വൈകിട്ട് വരുന്ന ചോറും പൊതിയിട്ട് കൊണ്ടുപോകും. ഇത് നാരങ്ങയാണ് ഉപ്പിലിട്ടേക്കുന്നത്. വേണോ? അമ്മയ്ക്ക് ചോറില്ല. ഓ ഉണ്ട്. ഞാൻ ചുമ്മാ പഴുത്ത മാങ്ങ തരാം. വേണോ? പഴുത്ത മാങ്ങ വേണം. ആ സുധീഷ് കൊണ്ട് തന്നെ. അല്ല, അത് കഴിഞ്ഞ് അവനെന്നും രാവിലെ പെറുക്കി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വേണോ? ചുമ്മാ ഞാൻ വിളിച്ച് ചോദിച്ചു, മാങ്ങ തിന്ന് കൊതി തീർന്നു. ഞാൻ പറഞ്ഞു മാങ്ങ തിന്ന് എന്റെ മോളെ പൊള്ളിച്ചെന്ന് പറഞ്ഞു. അപ്പൊ നാളെ വേണ്ടായോ? ഞാൻ പറഞ്ഞു ഇനി 2 ദിവസം കഴിയുന്നുണ്ട്. ഒരാടെ പണിയൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അമ്മയുടെ എടുക്കുന്ന അത്താഴത്തിനുള്ള വകയെല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ചക്ക, കൊത്തച്ചക്ക തോരൻ പോലെ. അത് വേവിച്ചതാണോ തോരനാണോ എന്ന് ചോദിച്ചാൽ രണ്ടിനും ഇടയിലുള്ള ഒരു വിഭവം അതുണ്ട്. കുച്ചുമത്തി തോരൻ വെച്ചതും ചോറും പഴുത്ത മാങ്ങക്കറി. പിന്നെ ഞാനേ വന്നിട്ട് ചോറ് വെക്കാം എന്നൊക്കെ കരുതിയിരുന്നതാണ്. അപ്പം അമ്മ ചോറ് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നു ചോറ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ചോറ് വെച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് മുറുക്ക് മേടിച്ചു, ഒരു ഉണ്ണിയപ്പം മേടിച്ചു, ദാഹമുക്തി ഇതൊക്കെ വാങ്ങിച്ചു. പിന്നെ എന്തുവാ, ജാനിക്കുട്ടിയും കുഞ്ഞുവിനൊക്കെ വരുമെന്നോർത്തോണ്ടാണ് ഞാൻ ഉണ്ണിയപ്പമൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ അവരെ അവിടെ ആക്കിയിട്ടാണ് വന്നത്. ഉണ്ണിയപ്പം എടുത്തില്ല. അമ്മ ചായ ഇടാന്ന് പറഞ്ഞ് ചായ ഇട്ടില്ല. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു. മാമിയും കുപ്പും അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ജപിച്ചൊക്കെ വരാം. മോനിക്കുട്ടൻ കുളിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ജോലികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് സമയം കിട്ടിയില്ല. ഇന്നലത്തെ ലോങ് വീഡിയോ ആണ്. പെൻഡിങ് കിടന്നൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതാണ്. ഇന്നത്തെ ദിവസം പകലിരുന്ന് ചെയ്യാം, അത് തന്നെ സമയം കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ ഇന്നിടാനുള്ള വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. കുളിച്ചാൻ വെച്ച് വരാം. നല്ല ഉഷ്ണമുണ്ട്. ഇന്ന് മഴയൊന്നും പെയ്തില്ല. ഇന്നലെ മഴ പെയ്യത്തില്ല, കോളൊന്നുമില്ല. പക്ഷെ ഓടി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് മഴ പെയ്യും.
കുളിച്ച് ജപിച്ചു വന്നു. മോനുകുട്ടനപ്പം കാപ്പി ഇട്ടായിരുന്നേ. എനിക്ക് ഇമ്മിണി കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കുടിക്കട്ടെ. ഇമ്മിണി കാപ്പി. അപ്പം ഞാൻ കാപ്പിയൊക്കെ കുടിക്കട്ടെ. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതൊന്ന് എഡിറ്റ് ചെയ്ത് വെക്കട്ടെ. അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല, നോക്കാൻ സമയവും നെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ എൻ്റെ പ്രിയങ്ങളോട് പങ്കുവച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് കമൻ്റൊക്കെ ഇട്ട്, നിങ്ങളുടെ കമൻ്റൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, എന്താ പറയുക, ഇത്രയും പേരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ, പിന്നെന്തിനാ ഞാനിങ്ങനെ ആരുമില്ല എന്നുള്ള സങ്കടം ചിലപ്പോഴൊക്കെ എങ്കിലും എൻ്റെ മനസ്സിൽ കയറി വരുന്നത് എന്തിനാന്ന് ഞാനിങ്ങനെ ഓർത്തു കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടത്തു നിന്ന് കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. എവിടെ നിന്നെങ്കിലുമൊക്കെ ദൈവം നമുക്ക് കൊണ്ട് തരും. അങ്ങനെ വിചാരിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ. ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാരോടൊക്കെ നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹമാണ് വീട് വാങ്ങണം, അല്ലെ സ്ഥലം മേടിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ചിലരെങ്കിലും എന്നോട് പറഞ്ഞു, നിനക്ക് ബാധ്യത ഉണ്ടാക്കത്തില്ലേ, നിനക്കതിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അത് നെഗറ്റീവായിട്ടല്ല, എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ചോദിച്ചതാണ്. അന്നേരം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് വാടക വീട്ടിലേക്ക് ഇറങ്ങി വന്നു. ഈ വാടക വീട്ടിലായിരിക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നതെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ചതിനേക്കാളിലും 100 മടങ്ങ് അലച്ചിലും കഷ്ടപ്പാടും വേദനയും എന്താ പറയുന്നത് അശാന്തിയുമായിരിക്കും ഞാൻ പരലോകത്തും അനുഭവിക്കേണ്ടി വരുന്നത്, അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ. അപ്പോൾ അതിന് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമുക്ക് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടരുതെന്നെങ്കിലും ആഗ്രഹിക്കരുതോ. അതുകൊണ്ടാണ് ഞാനത് അത്രയും തീവ്രമായ ഒരാഗ്രഹം പോലെ മനസ്സിൽ സൂക്ഷിക്കുന്നതും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചതും. കുറേയേറെ ബാധ്യതകളൊക്കെ എനിക്ക് വരുന്നുണ്ട് പ്രിയങ്ങളെ. കാരണം ഒരായുസ് മുഴുവൻ ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് കഷ്ടപ്പെട്ടാൽ പോലും ചിലയിടത്ത് നടക്കാത്ത ഒരു സംഭവമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് അതിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് ദൈവം നടത്തുന്നെങ്കിൽ നടക്കട്ടെ. ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുവാണ്. എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ അതിലേക്ക് എന്താ പറയുന്നത് കഷ്ടപ്പെട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതിലൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കരുത്തുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കണം. എന്ത് ബാധ്യതകളുണ്ടായാലും അത് നിവർത്തിക്കാൻ എനിക്ക് കഴിയണം. അതൊരു ഭാരമായിട്ട് മക്കളുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ദൈവം അതിനെ അനുവദിക്കട്ടെ. അവിടുത്തെ അനുവാദം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. നിങ്ങളുടെ കമൻ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. കമൻറ്റിന് മറുപടി പറയാനും അങ്ങനെയുള്ള വീഡിയോസ് ഇടാനും ഒന്നുമുള്ള സാഹചര്യമില്ല. കുറച്ച് സമയം കൂടെ നിങ്ങൾ എനിക്ക് തരണം കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല പ്രിയങ്ങളെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരമ്മ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുവേ. 8 മണിയായി, നമുക്ക് ചോറുണ്ണാം. നല്ല വിശപ്പ്. വാ, എന്തോ ഉണ്ടാക്കാൻ? ചോറുണ്ണാം വാ, രാവിലെ അമ്മ ഉണ്ടാക്കി തരാം വാ. മത്തിത്തോരൻ ഉണ്ടായിരുന്നോണ്ട് ഞാൻ മീൻ എടുത്തില്ല കേട്ടോ. നമ്മുടെ എന്തോ മീൻ്റെ പേരെന്തോ മറന്നുപോയി. അത് ഞാൻ വറക്കാൻ എടുത്തില്ല ഇന്ന് കേട്ടോ. മത്തി തോരൻ വെച്ചു. നമ്മൾ ഇന്നലെ വറുത്ത മീൻ്റെ പേരെന്തോ? മാന്തൾ. അതാണ് ഇപ്പോഴാ ഓർമ്മ പോകുന്നത് കേട്ടോ. മാന്തൾ വറത്തില്ല കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. അതാണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് വന്നപ്പം തന്നതാ വേദനയ്ക്ക് അടിക്കുന്ന സ്പ്രേ. ഞാൻ എടുത്തുകൊണ്ട് പോരുന്നു. ഇത് നല്ലതാട്ടോ. ഇത് സ്പ്രേ അടിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുട്ടിൻ്റെ വേദന ഇത് അടിച്ച് മാറിയായിരുന്നു. ഇതായിരുന്നു അന്ന് എന്നെ രക്ഷിച്ചത്. അത് പിന്നെ ബാക്കി ഇരുന്ന് ഞാൻ അമ്മയ്ക്കാണോ മാമിക്കാണോ ആർക്കാണ്ട് കൊടുത്ത്, കൊച്ചോളുടെ അമ്മയ്ക്കോ ആർക്കാണ്ട് കൊടുത്ത് ഞാൻ. ഇനിയിപ്പം ഇവിടെ ഇല്ലായിരുന്നു. മീൻതോരൻ വേണ്ടേ? ചാറ് മതി. ഓരോ സമയത്ത് ഓരോന്ന് അല്ലയോ. ഒഴിക്കട്ടെ. ഇല്ല, മീൻ എടുത്തില്ല. ഇതുണ്ടല്ലോ.
വേണ്ട പ്രിയങ്ങളെ, ചക്ക, കൊത്തച്ചക്ക തോരൻ വെച്ചത്. ഒട്ടാണ് അമ്മ വിളഞ്ഞ ചക്കയാണെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് വന്നതാണ്. മത്തിത്തോരൻ. ഇനി നമ്മുടെ സ്പെഷ്യൽ ടണ്ടടാൻ. മാങ്ങയുടെ സീസൺ കഴിയുന്നത് വരെ ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. മതി. അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ. നിങ്ങളോട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പിന്നെയും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ തരുന്ന സ്നേഹം അത്രയ്ക്കാണ്. അപ്പോൾ അതിൽ മുഷിച്ചിലൊന്നും തോന്നരുത്. എനിക്ക് അത്രയെങ്കിലും പറയണ്ടേ, അതിനുള്ള അവകാശം എനിക്കില്ലേ? അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.